എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UPSC ലെവലിൽ ചോദിച്ചിട്ടുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷന്റെ PYQ ആണ്. തീർച്ചയായിട്ടും നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസ് ഫോക്കസ് ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു സെഷന്റെ ഇമ്പോർട്ടൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ PSCയുടെ ഒരു പാറ്റേൺ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ വെച്ചിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള വേർഡ്സുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷിന്റെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സെക്രട്ടറി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യാണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ് കൂടിയിട്ടുള്ള കോഴ്സിന് 999 ആണ് കേട്ടോ പ്രൈസ് വരുന്നത്. മൂന്നും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സിന് 399ഉം അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് 249 ആണ് പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ടു ബാനിഷ് ഓർ ടേൺ ഔട്ട് ഓഫ് സൊസൈറ്റി ഓർ ഗ്രൂപ്പ്. അതിനെന്താ പറയാ? ഓസ്ട്രസൈസ് എന്നാണ് പറയാ. അതായത് എക്സ്ക്ലൂഡ് ഫ്രം എ സൊസൈറ്റി ഓർ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നോ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്ന ഒന്നിനെ പറയുന്നത് ഓസ്ട്രസൈസ് ആണ്. എന്താണ് ഓസ്ട്രസൈസ്? ജസ്റ്റ് ഓർത്തു വയ്ക്കാം. നല്ല സൈസ് ആയതുകൊണ്ട് തന്നെ അതിനെ പുറത്താക്കി എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം കേട്ടോ. ഒരു സൊസൈറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്നോ പുറത്താക്കി എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം. വേണമെങ്കിൽ ഓസ്ട്രിച്ചിന് ഭയങ്കര സൈസ് ആയതുകൊണ്ട് അതിനെ പിടിച്ച് പുറത്താക്കി. നമ്മൾ ഒട്ടകത്തിനൊക്കെ എന്താ പറയാ സ്ഥലം കൊടുത്തു എന്നൊക്കെ പറയില്ല, അതേപോലെ ഓസ്ട്രിച്ചിന്റെ സൈസ് കൂടുതലായതുകൊണ്ട് അതിനെ പുറത്താക്കി എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം കേട്ടോ. അടുത്ത് നോക്കാം, റെബല്യസ് ഓർ ഒപ്പോസിംഗ് ദി അതോറിറ്റി. അതിനെന്താ പറയാ? വൺ വേർഡ് ആയിട്ട് എന്താ പറയാ? ഇൻസർജന്റ്. വാട്ട് ഇസ് ഇറ്റ്? ഇൻസർജന്റ്. ഇൻസർജന്റ് എന്ന് പറഞ്ഞാല് എ പേഴ്സൺ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് എ ഗവൺമെന്റ്. ഓക്കെ, ഒരു അതോറിറ്റിക്ക് എതിരെയായോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഫൈറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണെയാണ് എന്ത് പറയാ? ഇൻസർജന്റ് എന്ന് പറയാ കേട്ടോ. ഇൻസർജന്റ്. റെബല്യസ് ഓർ ഒപ്പോസിംഗ് ദി അതോറിറ്റി. അതോറിറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെയായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളെ പറയുന്നത് ഇൻസർജന്റ്. പഠിക്കണം, ഇൻസർജന്റ്. സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതെല്ലാം PYQ ആണ് UPSC ലെവല്. അടുത്ത് നോക്കാം, ദാറ്റ് വിച്ച് ഇസ് മോറലി ഡേഞ്ചറസ്. ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നിനെ നമ്മൾ പറയുന്നത് പെസ്റ്റിഫറസ്. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആലോചിക്കാം അല്ലെ. പെസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാലോ. പെസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഡേഞ്ചറസ് ആണ്, ക്രോപ്സിനൊക്കെ ഡേഞ്ചറസ് ആണെന്ന് ഓർക്കാം അല്ലെ. അപ്പൊ ദാറ്റ് വിച്ച് ഇസ് മോറലി ഡേഞ്ചറസ് എന്താ പറയാ? പെസ്റ്റിഫറസ് എന്നാണ് പറയാ കേട്ടോ. പെസ്റ്റിഫറസ്. എ ടെമ്പിൾ ഡെഡിക്കേറ്റഡ് ടു ഓൾ ദി ഗോഡ്സ്, അതിനെ പറയുന്നത് പാൻതിയൻ. വാട്ട് ഇസ് ഇറ്റ്? പാൻതിയൻ. പാൻതിയൻ എന്ന് പറഞ്ഞാൽ എല്ലാ ദൈവങ്ങൾക്കും വേണ്ടി അല്ലെങ്കിൽ എല്ലാ റിലീജിയസ് ആയിട്ട് കേട്ടോ, അതിനെയാണ് പറയാ പാൻതിയൻ. എ ടെമ്പിൾ ഡെഡിക്കേറ്റഡ് ടു ഓൾ ദി ഗോഡ്സ് ആണ് പാൻതിയൻ. പാൻതിയൻ. അടുത്ത് നോക്കാം, ദാറ്റ് വിച്ച് കനോട്ട് ബി സാറ്റിസ്ഫൈഡ്. സാറ്റിസ്ഫൈ അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ള ഒന്നിനെ പറയുന്നത് ഇൻസാറ്റിയബിൾ. സാറ്റിസ്ഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിന് എന്താ പറയാ? ഇൻസാറ്റിയബിൾ. ഇൻസാറ്റിയബിൾ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഈ 5 ഒന്നും കൂടെ നോക്കാം. ടു ബാനിഷ് ഓർ ടേൺ ഔട്ട് ഓഫ് സൊസൈറ്റി ഓർ ഗ്രൂപ്പ്. ഓസ്ട്രസൈസ് അല്ലെ, സൊസൈറ്റിയിൽ നിന്ന് പുറത്താക്കുക, ബാനിഷ് ചെയ്യാൻ പറയുന്നത് ഓസ്ട്രസൈസ്. റെബല്യസ് ഓർ ഒപ്പോസിംഗ് ദി അതോറിറ്റി, ഇറ്റ് ഇസ് നോൺ ആസ് ഇൻസർജന്റ്. ദാറ്റ് വിച്ച് ഇസ് മോറലി ഡേഞ്ചറസ്. ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നിനെ പറയുന്നത് പെസ്റ്റിഫറസ്. പെസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാം അല്ലെ. എ ടെമ്പിൾ ഡെഡിക്കേറ്റഡ് ടു ഓൾ ദി ഗോഡ്സ്, ദാറ്റ് ഇസ് നോൺ ആസ് പാൻതിയൻ. പാൻതിയൻ. ദാറ്റ് വിച്ച് കനോട്ട് ബി സാറ്റിസ്ഫൈഡ്. സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ഒന്നിനെ പറയുന്നത്, തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഒന്നിനെ പറയുന്നത് എന്താണ്? ഇൻസാറ്റിയബിൾ. അടുത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വേർഡ് തന്നെയാണ് സെനോഫോബിയ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഫിയർ ഓഫ് ഫോറിനേഴ്സ്. ഫോറിനേഴ്സിനെ കുറിച്ചുള്ള പേടി. സെനോഫോബിയ. ഓക്കെ, സെനോ XENO ഫോബിയ. സെനോഫോബിയ. വേണമെങ്കിൽ നമുക്ക് സെൻ കാറിൽ ഫോറിനേഴ്സ് ഒക്കെ വന്നു എന്ന് ഓർക്കാം കേട്ടോ. സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. XEN ആണ് സെനോഫോബിയ. അടുത്തത് മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ലൈസ്, നുണ പറയുക അല്ലെങ്കിൽ മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ്, ഫോൾസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാ. അതിനെ പറയുന്നത് പ്രീവേരിക്കേറ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളൊരു നുണ പറഞ്ഞു എന്ന് തന്നെ വിചാരിച്ചോളൂ. അപ്പൊ അതെന്താ നമ്മൾ പറഞ്ഞെന്നുള്ളത് നമ്മൾ മറന്നുപോയിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ പറയുമ്പോൾ അതിനകത്തൊരു വേരിയേഷൻ വരും അല്ലെ. മുമ്പ് പറഞ്ഞ കാര്യം പറഞ്ഞ കാര്യത്തില് വേരിയേഷൻ വരും. പ്രീവേരിക്കേറ്റ് എന്ന് ഓർത്തു വയ്ക്കാം. സോ ദാറ്റ് ഇസ് എ മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ലൈസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പഠിക്കാം കേട്ടോ. ലൈസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് പ്രീവേരിക്കേറ്റ്. നെക്സ്റ്റ് ഇസ് ടു മേക്ക് സംവൺ ഫീൽ കംപ്ലീറ്റ്ലി ബാഫിൾഡ്. ഒരാളെ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആക്കുക. കൺഫ്യൂസ്ഡ് അല്ലെങ്കിൽ ബാഫിൾഡ് അതിനൊക്കെ പറയുന്ന വേറൊരു വാക്കാണ് പെർപ്ലെക്സ്. അപ്പൊ പെർപ്ലെക്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കണം ആ ഒരു കൺഫ്യൂഷൻ വന്നു എന്നുള്ള രീതിയിലാണ് കേട്ടോ. ബാഫിൾഡ് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ്. ഓക്കെ, സോ ടു മേക്ക് സംവൺ ഫീൽ കംപ്ലീറ്റ്ലി ബാഫിൾഡ്, പെർപ്ലെക്സ് അല്ലെ. അടുത്ത് നോക്കാം,
സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ മൈൽഡ് ഫോർ എ വെരി ബ്ലണ്ട് എക്സ്പ്രഷൻ. അതായത് വളരെ ഹാർഷായിട്ട് പറയുന്നതിന് പകരം വളരെ മൈൽഡായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകൾ, അതിനെയാണ് പറയാ യുഫെമിസം. കേട്ടോ, യുഫെമിസം. അപ്പൊ യുഫെമിസം എന്ന് പറഞ്ഞാല് മൈൽഡ് ആയിട്ട് പറയാം, വളരെ ഹാർഷ് അല്ലെങ്കിൽ വളരെ ബ്ലണ്ട് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാണ്ട് മൈൽഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ യുഫെമിസം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, പൊളൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം. ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ് ആണ് കേട്ടോ, അല്ലെങ്കിൽ ലിവിങ് അൺമാരീഡ്. ഓക്കെ, ദ സ്റ്റേറ്റ് ഓഫ് ലിവിങ് അൺമാരീഡ്, ദാറ്റ് ഇസ് നോൺ ആസ് സെലിബസി. കല്യാണം കഴിക്കാതെ താമസിക്കുകയാണ്, അപ്പൊ സെലിബ്രേറ്റ് ചെയ്യാം എന്നൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. സെലിബസി ജസ്റ്റ് വെറുതെ പറയുന്ന കണക്ഷൻസ് ആണ്. സെലിബസി, ദ സ്റ്റേറ്റ് ഓഫ് ലിവിങ് അൺമാരീഡ്, ഇറ്റ് ഇസ് നോൺ ആസ് സെലിബസി. ഇതെല്ലാം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത് നോക്കാം. ആൻ ഈവന്റ് വിച്ച് ഹാപ്പൻസ് വൺസ് ഇൻ 5 years, 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു ഈവന്റ്, അതിനെന്താ പറയാ? Quinquennial. Okay, that is known as quinquennial. An event which happens once in 5 years ആണ് കേട്ടോ. Quinquennial, quinquennial. പഠിച്ചു വയ്ക്കണേ, 5 years, quinquennial. A person who looks after horses at inn. Okay, കുതിരകളെ നോക്കാൻ ഏൽപ്പിച്ചുള്ള ഒരാളെ പറയുന്നത് ostler. Okay, എന്താ പറയാ? ostler, ostler കേട്ടോ. ഹോഴ്സസിനെ നോക്കുന്ന ആളെന്താ പറയാ? ostler, ostler. ഇനി the crime of betraying one's country. ഒരാളുടെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുക അല്ലെങ്കിൽ ചതിക്കുക, അതിനെ പറയുന്ന ക്രൈമിനെ പറയുന്നത് ട്രീസൺ. ഓക്കെ, ദാറ്റ് ഇസ് നോൺ ആസ് ട്രീസൺ. അപ്പൊ ഒരു റീസൺ ഉണ്ടായിട്ടാണ് ഒറ്റിക്കൊടുത്തത് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ദാറ്റ് ഇസ് നോൺ ആസ് ട്രീസൺ. അപ്പൊ നമുക്കൊന്നും കൂടെ ജസ്റ്റ് നോക്കാം. ഓക്കെ, ഫിയർ ഓഫ് ഫോറിനേഴ്സ്, സെനോഫോബിയ, മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ്, എന്താ പറയാ? പ്രീവേരിക്കേറ്റ് അല്ലെ. ടു മേക്ക് സമ്മൺ ഫീൽ കംപ്ലീറ്റ്ലി ബാഫിൾഡ്, ടു പെർപ്ലെക്സ് എന്ന് പറയും. സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ മൈൽഡ് ഫോർ എ വെരി ബ്ലണ്ട് എക്സ്പ്രഷൻ, യുഫെമിസം അല്ലെ, മൈൽഡ് ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ദ സ്റ്റേറ്റ് ഓഫ് ലിവിങ് അൺമാരീഡ്, സെലിബസി. ആൻ ഈവന്റ് വിച്ച് ഹാപ്പൻസ് വൺസ് ഇൻ 5 years, 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു ഈവന്റിനെ പറയുന്നത് ക്വിൻക്വിനിയൽ. എ പേഴ്സൺ ഹു ലുക്സ് ആഫ്റ്റർ ഹോഴ്സസ് അറ്റ് ഇൻ, ഓസ്റ്റ്ലർ. ഓക്കെ, ഹോഴ്സസിനകത്തുള്ള എച്ച് പോയി, അപ്പൊ ഒരു ഓസ് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുമല്ലോ, അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കുക, ഓസ്റ്റ്ലർ കേട്ടോ. ദ ക്രൈം ഓഫ് ബിട്രേയിങ് വൺസ് കൺട്രി, ട്രീസൺ. അടുത്ത് നോക്കാം. ദ ആർട്ട് ഓഫ് ഡിലേയിങ്. ഓക്കെ, ദ ആർട്ട് ഓഫ് ഡിലേയിങ്ങിന് എന്താ പറയാ? പ്രോക്രാസ്റ്റിനേഷൻ. ഇറ്റ് ഇസ് നോൺ ആസ് പ്രോക്രാസ്റ്റിനേഷൻ. മനഃപൂർവ്വം ഡിലേ ചെയ്യിപ്പിക്കുക അല്ലെ, അതിനെ പറയുന്നത് എന്താ? പ്രോക്രാസ്റ്റിനേഷൻ, പ്രോക്രാസ്റ്റിനേഷൻ. കമ്മിറ്റിംഗ് മർഡർ ഇൻ റിവെഞ്ച്, റിവെഞ്ച് എടുക്കുക, അതായത് കൊലയ്ക്ക് കൊല തന്നെ തിരിച്ച് റിവെഞ്ച് ചെയ്യുക. അങ്ങനെ പറയുന്ന ഒന്നിനെയാണ് വെൻഡറ്റ. ഓക്കെ, വെൻഡറ്റ. കമ്മിറ്റിംഗ് മർഡർ ഇൻ റിവെഞ്ച്, റിവെഞ്ച് എടുക്കുക കേട്ടോ, അതിനെന്താ പറയാ? വെൻഡറ്റ. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെക്കുക. നമ്മൾ മലയാളത്തിൽ പറയില്ലേ, വേണ്ട കേട്ടോ, റിവെഞ്ച് എടുക്കണ്ട എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ, വെൻഡറ്റ. അടുത്തത് തിങ് ദാറ്റ് ക്യാൻ ബി ഫെൽറ്റ് ഓർ ടച്ച്ഡ്, നമുക്ക് തൊടാൻ സാധിക്കുന്ന ഒന്നിനെ പറയുന്നത് പാൽപ്പബിൾ. എന്താ പറയാ? പാൽപ്പബിൾ കേട്ടോ, നമുക്ക് തൊടാൻ പറ്റുന്ന അല്ലെങ്കിൽ തൊടാൻ സാധിക്കുന്ന ഒരു സാധനത്തെ പറയുന്നത് എന്താണ്? പാൽപ്പബിൾ, പാൽപ്പബിൾ. ഇനി ദാറ്റ് വിച്ച് മേക്സ് വൺ ഹൈലി നോളേജബിൾ, നല്ല നോളേജ് ഉള്ള ഒരാളെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എറുഡൈറ്റ് എന്ന് പറയും അല്ലെ. എറുഡൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്കോളർ ആണ്. അതേപോലെ ദാറ്റ് വിച്ച് മേക്സ് വൺ ഹൈലി നോളേജബിൾ, അതിനെ പറയുന്നത് എറുഡിഷൻ. ഓക്കെ, ഇറ്റ് ഇസ് നോൺ ആസ് എറുഡിഷൻ. അടുത്ത് നോക്കാം. എ പ്ലേസ് വേർ ആനിമൽസ് ആർ സ്ലോട്ടേർഡ്, ഇതൊക്കെ ചോദിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. അബറ്റോയർ, ഇറ്റ് ഇസ് നോൺ ആസ് അബറ്റോയർ. ഓക്കെ, എ പ്ലേസ് വേർ ആനിമൽസ് ആർ സ്ലോട്ടേർഡ്, ആനിമൽസിനെ കൊല്ലുന്ന അറവുശാലയെ പറയുന്നത് അബറ്റോയർ, അറവുശാല, അബറ്റോയർ കേട്ടോ. അങ്ങനെ ഒന്ന് പറഞ്ഞു പഠിക്കുക. എ പേഴ്സൺ എക്സ്പെഷ്യലി എ യങ് വൺ വിത്ത് എക്സെപ്ഷണൽ എബിലിറ്റീസ്, വളരെയധികം ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു കുട്ടീനെ അല്ലെങ്കിൽ എക്സെപ്ഷണൽ എബിലിറ്റീസ് ഉള്ള ഒരു കുട്ടിയെ പറയുന്നത് എന്താ പറയുന്നത്? പ്രോഡിജി, പ്രോഡിജി കേട്ടോ. എക്സെപ്ഷണൽ എബിലിറ്റീസ് ഉള്ള ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു കുട്ടീനെ പറയുന്നത് പ്രോഡിജി. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം, പ്രോഡിഗൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തായിരുന്നു പ്രോഡിഗൽ എന്ന് പറഞ്ഞാല്? എക്സ്ട്രാ വേഗന്റ്, ലാവിഷ് ആവുക അല്ലെ, പൊടി പൊടിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഈ പ്രോഡീനകത്തുള്ള ആറ് മാറ്റി കഴിയുമ്പോൾ പൊടി പൊടിക്കുക എന്നുള്ള രീതിയിൽ ലാവിഷ് ആവുക, എക്സ്ട്രാ വേഗന്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തമ്മിൽ മാറിപ്പോരുത്, ഇത് പ്രോഡിജി ആണ്. പ്രോഡിജി എന്ന് പറഞ്ഞാൽ ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു കുട്ടീനെയാണ് പറയാ കേട്ടോ. അടുത്ത് നോക്കാം. എ പ്ലാൻഡ് റൂട്ട് ഓർ ജേർണി. ഓക്കെ, പ്ലാൻഡ് റൂട്ട് അല്ലെങ്കിൽ ഒരു ജേർണീനെ പറയുന്നത് ഇറ്റിനററി. വാട്ട് ഇസ് ഇറ്റ് നോൺ ആസ്? ഇറ്റിനററി.
ഓക്കെ, ഇറ്റിനറന്റ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? എന്തായിരുന്നു? ട്രാവലിംഗ് ഫ്രം പ്ലേസ് ടു പ്ലേസ് അല്ലെ? വൺ ഹു ട്രാവൽസ് ഫ്രം പ്ലേസ് ടു പ്ലേസിനെയാണെന്ന് പറയാ, ഇറ്റിനറന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ദ സ്റ്റേറ്റ് ഓഫ് ലിവിംഗ് അൺമാരിഡ്, സെലിബസി, ആൻ ഈവന്റ് വിച്ച് ഹാപ്പൻസ് വൺസ് ഇൻ 5 years. എന്താ പറയാ? ക്വിനിയൽ. ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണമെങ്കിൽ ഒരു ക്വീൻ ഉണ്ടെന്ന് ഓർക്കാം അല്ലെ? ഒരു ക്വീൻ 5 വർഷം കൂടുമ്പോഴേ മാറുള്ളൂ എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം. ക്വിനിയൽ കേട്ടോ. പേഴ്സൺ ഹു ലുക്സ് ആഫ്റ്റർ ഹോഴ്സസ് അറ്റ് ഇൻ ഓസ്ലർ. ദ ക്രൈം ഓഫ് ബിട്രയിങ് വൺസ് കൺട്രി, റീസൺ അല്ലെ? ഒരു റീസൺ ഉണ്ടെന്ന് ഓർത്ത് വെക്കാം. ആർട്ട് ഓഫ് ഡിലേയിങ്, മനഃപൂർവ്വം ഡിലേ ചെയ്യിപ്പിക്കുക, അതിനെ പറയുന്നത് പ്രോക്രാസ്റ്റിനേഷൻ. കമ്മിറ്റിംഗ് മർഡർ ഇൻ റിവെഞ്ച്, വേണ്ടട്ട. തിങ് ദാറ്റ് ക്യാൻ ബി ഫെൽറ്റ് ഓർ ടച്ച്ഡ്, പാൽപെബിൾ അല്ലെ? പാൽപെബിൾ. ദാറ്റ് വിച്ച് മേക്സ് വൺ ഹൈലി നോളജബിൾ, എറുഡിഷൻ. പ്ലേസ് വേർ ആനിമൽസ് ആർ സ്ലോട്ടേർഡ്, എന്താ പറയാ? അറവുശാലയെ പറയുന്നത് അബറ്റോയർ. എ പേഴ്സൺ എക്സ്പെഷ്യലി എ യങ് വൺ വിത്ത് എക്സെപ്ഷണൽ എബിലിറ്റീസ്, പ്രോഡിജി അല്ലെ? പൊടിക്കുക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ലാവിഷാവാന്നൊക്കെ പറയുമ്പോൾ പ്രോഡിഗലാണ്. പ്ലാൻ റൂട്ട് ഓർ ജേർണി, ഇറ്റ് ഇസ് നോൺ ആസ് ഇറ്റിനററി. ഇനി വൺ ഹു റൺസ് എവേ ഫ്രം ജസ്റ്റിസ് ഓർ ലോ. ഓക്കെ, വൺ ഹു റൺസ് എവേ ഫ്രം ജസ്റ്റിസ് ഓർ ലോ, പെട്ടെന്ന് ഒളിച്ചോടുന്ന ഒരാളെ നമ്മൾ പറയുന്നത് ഫ്യൂജിറ്റീവ്. എന്താ പറയാ? ഫ്യൂജിറ്റീവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാണാണ്ടാവുക. ഹു റൺസ് എവേ ഫ്രം ജസ്റ്റിസ് ഓർ ലോ കേട്ടോ. അങ്ങനെയുള്ള ഒരാൾ എന്താ പറയാ? ഫ്യൂജിറ്റീവ്. അതിന്റെ സിനോണിമായിട്ട് നമുക്ക് എഫേമറൽ പഠിക്കാം അല്ലെ? എഫേമറൽ നമ്മൾ ഒരു പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ? എഫേമറൽ എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്ററി, ഒരു നിമിഷം മാത്രം നിൽക്കുന്ന. എഫ് മാറി വേഗം തന്നെ ജി വന്നു എന്നുള്ള രീതിയിൽ ഓർക്കാം. എഫ് മാറൽ എന്ന് വേണമെങ്കിൽ ഓർത്തു വെക്കുക അല്ലെ? എഫ് മാറി ജി വന്നു, ഒരു നിമിഷം കൊണ്ട് വന്നു കേട്ടോ. അപ്പൊ എഫേമറൽ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം അല്ലെങ്കിൽ മൊമെന്ററി. അതേപോലെ തന്നെ ഫ്യൂജിറ്റീവ്. ഈ രണ്ട് വേർഡ്സും ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. അടുത്ത് നോക്കാം. എ പേഴ്സൺ ഹു ഡെലിബറേറ്റ്ലി സെറ്റ്സ് ഫയർ ടു എ ബിൽഡിംഗ് മനഃപൂർവ്വം കത്തിക്കുന്ന ഒരാളെ പറയുന്നത് അർസോണിസ്റ്റ് കേട്ടോ. അർസോണിസ്റ്റ്. ഓക്കെ, ആരുടെയോ സണ്ണാണ് തീ കൊടുത്തേന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ? അർസോണിസ്റ്റ് കേട്ടോ. അർസോണിസ്റ്റ്. നോ ലോങ്ങർ ഇൻ എക്സിസ്റ്റൻസ് ഓർ യൂസ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യാത്ത ഒന്നിനെ പറയുന്നത് ഒബ്സൊളേറ്റ് ആണ്. ഇപ്പൊ യൂസ് ചെയ്യാത്ത ഒന്നിനെ നമ്മൾ എന്താ പറയാ? നോ ലോങ്ങർ ഇൻ എക്സിസ്റ്റൻസ് ഓർ യൂസ്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, ഓക്കെ, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒന്നിനെ പറയുന്നത് ഒബ്സൊളേറ്റ്. വെരി ഇമ്പോർട്ടന്റ്, ഒബ്സൊളേറ്റ്. സ്ലേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ? ഒബ്സൊളേറ്റ് എന്ന് പറയുമ്പോൾ സ്ലേറ്റ് ഇപ്പൊ ആരും യൂസ് ചെയ്യണില്ല എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം അല്ലെ? എ സ്റ്റേറ്റ്മെന്റ് ഇൻ വിച്ച് യു സേ ദ സെയിം തിങ് ട്വൈസ് ഇൻ ഡിഫറെന്റ് വേർഡ്സ്. ഒരേ കാര്യം തന്നെ രണ്ട് രീതിയിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് പറയാ ടോട്ടോളജി. അപ്പൊ 2 തവണ പറഞ്ഞേക്കാണ്, ആരോ പഠിപ്പിച്ചിട്ടാണെന്നൊക്കെ ഓർക്കാം അല്ലെ? നമ്മൾ ടോട്ട് എന്ന് പറയില്ലേ? ടീച്ചിന്റെ പാസ്റ്റ് ടെൻസ് ടോട്ട്, അതായിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. ടോട്ടോളജി. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഇൻ വിച്ച് യു സേ ദ സെയിം തിങ് ട്വൈസ് ഇൻ ഡിഫറെന്റ് വേർഡ്സ്, ദാറ്റ് ഇസ് നോൺ ആസ് ടോട്ടോളജി. എഫക്റ്റിംഗ് ഓർ റിലേറ്റിംഗ് ടു കൗസ്. ഓക്കെ, റിലേറ്റിംഗ് ടു കൗസ് അതിനെ പറയുന്നത് ബൊവൈൻ എന്നാണ് കേട്ടോ. BOVINE, ബൊവൈൻ. ഓക്കെ, പെർട്ടൈനിങ് ടു ഷീപ്പിനെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ ഒവൈൻ ആണ്. ബി വേണ്ട. ബി ഉണ്ടെങ്കിൽ അത് കൗസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഷീപ്പ് ആണെങ്കിൽ ബി വേണ്ട, ഒവൈൻ ആണ്. ഹാവിങ് എ സ്റ്റേൽ സ്മെൽ ഓർ ടേസ്റ്റ്, പഴകിയുള്ള സ്മെല്ല് ഉണ്ടാവുന്ന ഒന്നിനെ പറയുന്നത് റാൻസിഡ് എന്നാണ് പറയാ. റാൻസിഡ്. ഒരു ആസിഡ് ഉണ്ടല്ലോ അതിനകത്ത് അല്ലെ? ആസിഡ് എന്നുള്ള രീതിയിൽ റാൻസിഡ്. ഓക്കെ, ഹാവിങ് എ സ്റ്റേൽ സ്മെൽ ഓർ ടേസ്റ്റ്, ദാറ്റ് ഇസ് നോൺ ആസ് റാൻസിഡ്. കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ 4ാമത്തെ ക്ലാസ്സുകളാണ്. അതേപോലെ തന്നെ നമ്മുടെ ആപ്പിൽ ക്രാഷ് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. സെക്രട്ടറി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ്, മലയാളം, അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് കൂടിയിട്ടുള്ള കോഴ്സുകളുണ്ട് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് കൊടുത്തേക്കാം, പിൻ ചെയ്തേക്കാം. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.